ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അർമാഫ് ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ പ്യുവർ പെർഫ്യൂം എന്ന പെർഫ്യൂമാണ്. അപ്പോൾ ഇത് 2022 വന്ന ഒരു വേർഷനാണ്. ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ എന്നുള്ളത് ഇന്ന് ഏതൊരാൾക്കും അറിയുന്ന ഒരു പെർഫ്യൂമായിട്ട് മാറിയിട്ടുണ്ട്. വേൾഡിലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള 10 പെർഫ്യൂംസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് വന്ന് കയറാൻ ഉള്ള കാര്യം, അതായത് അർമാഫ് എന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ എന്ന ഫ്രാഗ്രൻസ് കൊണ്ടാണ്. അഥവാ ക്രീഡ് അവന്റസിന്റെ ഇൻസ്പയർഡ് ആയിട്ട് 2015 അർമാഫ് ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. സോ ആ ഒരു സമയം ഓൺവേർഡ്സ് തന്നെ ക്രീഡിന് അത്രയും പ്രൈസ് ഉള്ളത് കൊണ്ടും മാത്രമല്ല ബാച്ച് കൺസിസ്റ്റന്റ് അല്ലാത്തത് കൊണ്ടും പലരും അതിൽ നിന്ന് മാറിയിട്ട് അതിന്റെ ഇൻസ്പയർഡിലേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ കൺസിഡർ ചെയ്തത് അർമാഫിനായിരുന്നു. അർമാഫ് പറയേണ്ട കാര്യമില്ല, എല്ലാം ഇൻസ്പയർഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ എന്നുള്ളത് ഇന്ന് വേൾഡ് വൈഡ് മില്യൺസ് ഓഫ് ബോട്ടിൽസ് വിൽക്കപ്പെടുന്ന ഒരു പെർഫ്യൂമും കൂടിയാണ്. സോ അതിന്റെ EDT വന്നു, EDP വന്നു. ഇത് പ്യുവർ പെർഫ്യൂമാണ്. എല്ലാ കോൺസെൻട്രേഷനിലും ഉണ്ട് കേട്ടോ അവർക്ക്, ഈവൻ ഡിയോഡ്രൻറ്റുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടില് 5,000 എബോവ് ആണ് പ്രൈസ് വരുന്നത്. മോസ്റ്റ്ലി ഒരു 5,100 5,200 ആ ഒരു റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ഇത് 100 ml പെർഫ്യൂമാണ്. എങ്ങനെയുണ്ട് നോക്കാം. ബോക്സ് ഒക്കെ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു തരം എന്താ പറയാ ഒരു സൗണ്ട് ഉണ്ടാക്കാണ്ട്. ഓക്കെ, അപ്പോ ഒറിജിനൽ അർമാഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അർമാഫ് നമുക്കിവിടെ അർമാഫിന്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നയിക്കാന്നൊക്കെ വാങ്ങിക്കാം. വേറെ എവിടെയെങ്കിലും പോയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. കാരണം എന്താ വെച്ചാല് ഇത് നല്ല ഹെവിയാണ് സാധനം. ഇതാണ് പെർഫ്യൂം. കണ്ട, ഇവിടെ ക്ലബ് ഡി നോയ് എന്ന് എഴുതിയിട്ടുണ്ട്. അർമാഫിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്. അർമാഫിന്റെ ആ ഒരു ടാഗ് ഇവിടെ ഉണ്ട്. ക്യാപ്പൊക്കെ നല്ല അടാറ് ക്യാപ്പ്. അർമാഫിന്റെ പല പെർഫ്യൂംസ് ഞാൻ വീഡിയോ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫ്യൂം അല്ലെങ്കിൽ ഒരു ബോട്ടില് ഫസ്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി കോളറൊക്കെയാണ് മൊത്തത്തില്. അതായത് ഒരു എന്താ പറയാ, ഒരു വലിയൊരു ഡിസൈനർ അല്ലെങ്കിൽ നീഷ് ഫ്രാഗ്രൻസുകളായിട്ട് മുട്ടി നിൽക്കാൻ പാകത്തിനുള്ള ഒരു ക്വാളിറ്റി അർമാഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അർമാഫിന് ഫുൾ മാർക്സ് കൊടുക്കാം. ക്യാപ്പൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു മെറ്റൽ ക്യാപ്പാണ്, മെറ്റൽ കോട്ടിംഗ് ആണ് ആക്ച്വലി. ബോട്ടിലും അടിപൊളിയാണ്. അപ്പൊ ഞാൻ ക്യാപ്പിന് ഇവിടെ വെക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത് നോക്കാം. അത് പിടിക്കാൻ തന്നെ കുറച്ച് ഒരു കയ്യിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ മുമ്പ് മറ്റേ നമ്മുടെ കോൾ ചെയ്യുന്ന ടാബ്ലറ്റ് ഒക്കെ പിടിക്കുന്ന പഴയ 7 ഇഞ്ചിന്റെ ഒക്കെ അത്രയും വീതി ഉണ്ട്. ആറ്റമൈസർ നല്ലതാണ്. ഫ്രാഗ്രൻസ് ഇപ്പൊ അധികം പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല, മിക്ക ആൾക്കാർക്കും അറിയാം അർമാഫ് ക്ലബ് ഡി നോയിന്റെ ഫ്രാഗ്രൻസ് എന്താണ് എന്നുള്ളത്. ഇത് ക്രീഡ് അവന്റസിന്റെ ഇൻസ്പയർഡ് ആണ്. ക്രീഡിന്റെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് വന്ന ബാച്ചിന്റെ ഒരു ഇൻസ്പയർഡ് അല്ല, അതിന്റെ ശേഷം വന്ന, അഥവാ പ്രോട്ടീൻ ഫ്രാഗ്രൻസും പിന്നെ സ്പൈസി ഒരു സ്മോക്കി ലെതറി ഇതെല്ലാം കൂടി വന്നിട്ടുള്ള ക്രീഡിന്റെ ഫ്രാഗ്രൻസുകളുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു വൈബാണ് ഇതിലുള്ളത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല് അർമാഫിനെ പൊതുവെ ആളുകൾ പറയാറുള്ള ഒരു കാര്യം, അർമാഫിന്റെ ക്ലബ് ഡി നോയ് ഇന്റൻസ് മാനിൽ ഭയങ്കര സിന്തറ്റിക് നോട്ട്സ് ആണ് വരാറുള്ളത് സാധാരണ ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ EDT. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഭയങ്കര സിന്തറ്റിക് ഫീൽ ഒന്നുമല്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒരു നല്ല പെർഫ്യൂം ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ക്വാളിറ്റി ഫീല് ഈ പെർഫ്യൂമിന് തരാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ഈ ഇൻസ്പയർഡ് വേർഷൻസ്, എസ്പെഷ്യലി ഈ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ വരുന്ന ഇൻസ്പയർഡ് പെർഫ്യൂംസ് അപ്ലൈ ചെയ്താൽ നമുക്കത് വളരെ വീക്കറായിട്ട് തോന്നാറുണ്ട്. ഇതിപ്പോ എന്തിനാ അങ്ങനെ ഒരു പെർഫ്യൂം എന്നുള്ള രീതിക്ക് തോന്നുന്ന അത്രയും വീക്കറായിട്ടുള്ള പെർഫ്യൂംസ് കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു പെർഫ്യൂം അങ്ങനെയല്ല. അതിനുള്ള പ്രൈസും അവർ വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു നിലവാരത്തിലുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രാഗ്രൻസ് ഈ പെർഫ്യൂം ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഫ്രഷ്നെസ് ആണുള്ളത്. നല്ല ഒരു ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ഉണ്ട്. ഫ്രഷ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലാക്ക് കറന്റിന്റെ ഫ്രാഗ്രൻസ് ഇനീഷ്യലി കിട്ടുന്നുണ്ട്, ഗ്രീൻ ആപ്പിളിന്റെ ഫ്രാഗ്രൻസും കിട്ടുന്നുണ്ട്, പിന്നെ ഒരു ഫ്രഷ് സിട്രസി ബർഗമോട്ട് പോലത്തെ ഒരു ഫ്രാഗ്രൻസും ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള
പൈനാപ്പിളും നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില ഫ്രൂട്ടി ബാച്ചുള്ള ഫ്രീഡം ആയിട്ട് പറയുന്ന അത്രയും പൈനാപ്പിൾ ബ്ലാസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതിൽ എനിക്ക് ആ ബ്ലാക്ക് കറണ്ടും പിന്നെ ഗ്രീൻ ആപ്പിളും നല്ല രീതിയിൽ കിട്ടുന്നതായിട്ട് തോന്നി ഈ പൈനാപ്പിളിന്റെ കൂടെ തന്നെ. അതാണ് ഇതിന്റെ ഓപ്പണിങ്. ഒരു ഇത്തിരി ഡ്രൈ ഡൗൺക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒരു റോസിന്റെ ഫ്രാഗ്രൻസും പിന്നെ കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടേക്ക് ഒരു ലെതറി ടച്ചിൽക്കാണ് ഈ പെർഫ്യൂം പോകുന്നത് എന്നുള്ള ഒരു സൂചനയും തരുന്നുണ്ട്. പിന്നീട് ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ ആംബർഗ്രീൻ നോട്ട്സും പിന്നെ പെച്ചോളി പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്, ഒരു വെനില സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പെർഫ്യൂം ഉള്ളത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രാഗ്രൻസ് വരുന്നത്. നമ്മൾ മൊത്തത്തിൽ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള സാധാരണ ഫ്രൂട്ടി ബാച്ച് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഇതിൽ ഫ്രഷ്നെസ് ആണ് ഓപ്പണിങ്ങിൽ വരുന്നത്. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ലെതറി ഹിന്റ് പോലെ തോന്നും. ഒരു ബിർച്ചിന്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. മിഡിൽ നോട്ട്സിൽ തന്നെ ആ ഒരു ലെതറി ടച്ചിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞത് ഒരു സ്മോക്കി ബിർച്ച് ടച്ച് അവിടെ വരുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു വൈബിലേക്ക് വന്നിട്ട് പിന്നെ ആ ഒരു സ്മോക്കി ലെതറി ആയിട്ട് പിന്നീട് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു വൈബിൽക്കാണ് ഒരു ഗ്രീൻ പിന്നെ ചെറിയൊരു വെനില അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പച്ചോളി അങ്ങനത്തെ ഒരു ടൈപ്പിലേക്കാണ് ഈ ഫ്രാഗ്രൻസ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. എനിക്ക് ഇതിന്റെ പെർഫോമൻസും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ EDT വാങ്ങിയിട്ട് അത് നിൽക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇവിടെ ആ ഒരു സംഭവം ഒരു നിലക്കും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു 2.5 hours അല്ലെങ്കിൽ 2.5 hours നമ്മുടെ ബോഡിയിൽ തന്നെ ഈ പെർഫ്യൂം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ അതിൽ കൂടുതൽ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് 8 hours ഒക്കെ മേലെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിൽ ബോഡിയിലാണെങ്കിൽ 6+ hours കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് മോർണിംഗിലൊക്കെ അപ്ലൈ ചെയ്താലേ നമ്മൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് വരെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കാൻ ഈ പെർഫ്യൂം കൊണ്ട് പറ്റുന്നുണ്ട്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. കാരണം ഒരു 5,000 rupeesന് ക്രീഡ വെൻഡസിന്റെ ഒരു ഫ്രാഗ്രൻസ്, ക്രീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ 39,000-40,000 അടുത്ത് പ്രൈസ് വന്നു. അപ്പൊ അത്രയും പ്രൈസ് ഉള്ള ഒരു പെർഫ്യൂമിന്റെ എന്താ പറയാ ഇത്രയും ചീപ്പർ ആയിട്ടുള്ള ഒരു ക്ലോണ്, അത് അത്യാവശ്യം ലോഞ്ചിവിറ്റി തരുന്ന ഒരു പെർഫ്യൂം, അങ്ങനെ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അപ്പൊ ഈ പെർഫ്യൂം അപ്ലൈ ചെയ്തപ്പോൾ ഇതിന്റെ ഓപ്പണിങ്ങിൽ തന്നെ ഞാൻ ആ ഒരു സിട്രസ് പറഞ്ഞത് ചെറുതായിട്ട് ആ സിട്രസ് കുറച്ച് കൂടിയ പോലെ നമുക്ക് തോന്നും. ചിലർക്ക് അത് മറ്റേ ഈ പുൽത്തൈലത്തിന്റെ ഒക്കെ പോലത്തെ ഫ്രാഗ്രൻസ് എന്നൊക്കെ തോന്നും. ഇനീഷ്യലി ഉള്ള ഒരു വൈബാണ്. ചിലരത് ഈ പുൽത്തൈലത്തിനെ യൂക്കാലിപ്റ്റസ് ആണെന്നും പറയാറുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലർക്കും പലതാണ് തോന്നാറുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വൈബ് ഇതിന്റെ ഒരു ഓപ്പണിങ്ങിലുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. പക്ഷെ അതാ ഇനീഷ്യലി ഉള്ള ഒരു 10 minutes ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ മൊത്തത്തിലുള്ള ഒരു നാച്ചുറൽ മാറിയിട്ട് ക്രീഡ വെൻഡസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ആദ്യം വരാറുള്ള ഫ്രാഗ്രൻസുകളുടെ ഇതാണ് ക്രീഡിന്റെ ഒരു ഫ്രാഗ്രൻസ്. നമ്മൾ യൂസ് ചെയ്ത വളരെ കോമൺ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കാണാറുള്ള ക്രീഡ വെൻഡസുകളുടെ ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് ഉള്ളത്. സോ ഇത്രയും പെർഫോമൻസ് ഈ ഒരു പെർഫ്യൂം തരുന്നതും ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. സോ അതൊക്കെയാണ് ക്ലബ് ഡി നോയ് ഇന്റൻസ് മാൻ പ്യുവർ പെർഫ്യൂം എന്ന ഈ ഒരു വലിയൊരു പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.